ഫ്രണ്ട്സ്, വെൽക്കം ടു ജൂലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വളരെ ഇഷ്ടത്തോടെ ധാരാളം നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു സ്വീറ്റാണ്, പാൽക്കോവ. വളരെ ഈസി ആയിട്ട് നമുക്കത് തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചൂടായ ഒരു കടായിലേക്ക് 1/2 കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നന്നായി മെൽറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോവാൻ വേണ്ടിയിട്ട്, ഈ മൈദ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റോളം നമ്മൾ നന്നായി വഴറ്റിയെടുത്തു. കണ്ടോ, ഇപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറായി കിട്ടി. കണ്ടോ, ഇതുവരെ വേണം നമ്മൾ വഴറ്റാൻ. ഇപ്പോൾ മൈദയുടെ പച്ചമണമൊക്കെ മാറി നന്നായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അത് പഞ്ചസാര 1 കപ്പ് എടുത്ത് പൊടിച്ചതല്ല, പൊടിച്ചെടുത്തതിന് ശേഷം 1 കപ്പ്, അതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്കിത് കുറച്ചായി ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കൈകൊണ്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു ഡോ പോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വേണം ഡോ ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു അലുമിനിയത്തിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഇതങ്ങനെ ഹാർഡായിട്ട് വരുമൊന്നുമില്ല, സോഫ്റ്റായിട്ടേ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, സെറ്റായിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം കേട്ടോ, ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ കട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. പൊടിഞ്ഞു പോയാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, സൂക്ഷിച്ചൊന്ന് കട്ട് ചെയ്താൽ മതി. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ ഇത്. അങ്ങനെ നമ്മുടെ ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന പാൽക്കോവ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. 80-90 കാലഘട്ടങ്ങളിലെ എല്ലാ കുട്ടികൾക്കും വളരെ പ്രിയപ്പെട്ട ഒന്നായിരുന്നു ഈ പാൽക്കോവ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ജൂലിനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കണിലെ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.